ഇന്ന് നമ്മൾ പഠിക്കുന്നതായ ഒരു കാര്യം, ഓരോ സമയത്തും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ റിമാർക്കബിളായിട്ട് പറയത്തക്കതായ സംഭവങ്ങളാണ് കൊലപാതകങ്ങൾ. അപ്പോൾ ഓരോ കൊലപാതകങ്ങളും ഓരോ സംഭവങ്ങളും നടക്കുമ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലുകാർക്കൊക്കെ ഒരാഘോഷമായി മാറുന്നു. ആളുകൾ കാണുകയും അതിനെ പ്രതികരിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്യാറുണ്ട്. അവർക്ക് സന്തോഷമുണ്ടെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ശശി തരൂരിൻ്റെ വിഷയം വന്നിരിക്കുന്നത്. ശശി തരൂർ നമുക്കറിയാവുന്നതുപോലെ തന്നെ വിശ്വപ്രഖ്യാപിതനായ ഒരു മനുഷ്യനാണ്. നല്ല ബുദ്ധിയും ജ്ഞാനവും വിവേകവും അറിവുമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ UNOയിലെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. അസിസ്റ്റൻ്റായിട്ട് അദ്ദേഹം കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സാമർഥ്യവും കണക്കിലാക്കി കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അദ്ദേഹത്തിന് പദവികളൊക്കെ കൊടുത്തു, MP സ്ഥാനം കൊടുത്തു. ഈ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് നമ്മൾ വിചാരിക്കുന്നത് പോലെ, എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു പ്രാവശ്യത്തിലധികം MP ആയിരുന്നത് വളരെ കുറവാണ്. എന്നാൽ ശശി തരൂർ 4 പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടത് അത് ഇവിടുത്തെ ആളുകളുടേതായ അറിവുകേടെന്ന് ചിന്തിക്കാനില്ല. അവർ ബുദ്ധിയുള്ളവരാണ്. ശശി തരൂർ ആരാണെന്ന് അറിയാം. ശശി തരൂർ തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് അനുയോജ്യമായ രാഷ്ട്രീയമല്ല നിലനിന്നത്. പിന്നെ BJP ഭരിച്ചപ്പോൾ അദ്ദേഹത്തിന് കഴിവ് പ്രകടിപ്പിക്കാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം ആണുണ്ടായത്. ഈ യൂട്യൂബിൻ്റെ ശബ്ദവും ശശി തരൂരൊന്ന് കേട്ടിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ശശി തരൂരിനൊന്ന് അറിയിച്ചാൽ, ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് പ്രാവശ്യം കത്തുകൾ എഴുതിയിട്ടുണ്ട്, മറുപടി അയക്കാറില്ല. എന്നാലും ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. നമ്മുടെ സീപോർട്ട് തന്നെ വരാൻ ഒരു കാരണം ഉമ്മൻചാണ്ടിയും ശശി തരൂരും ഒക്കെ ചേർന്ന് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പിന്നെ ശശി തരൂർ രാഷ്ട്രീയമൊന്നും അദ്ദേഹത്തിന് വലിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം ഒരു പാർട്ടിയുടെ പുറത്ത് നിന്നാലും BJP നല്ല കാര്യം ചെയ്താൽ അത് നല്ലതെന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്താൽ അത് നല്ലതെന്ന് പറയും. അങ്ങനെ ഒരു തുറന്ന മനസ്സും ഹൃദയവുമാണ് അദ്ദേഹത്തിനുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഏതോ പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രചരണം. അങ്ങനെ ചെയ്യാൻ കഴിയുമോ ഒരു കുടുംബത്തിൽ ജനിച്ച മനുഷ്യന്? അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ വേറെ ഭാഷകളാണുള്ളത്, അത് ചെയ്യാനായിട്ട് കഴിയില്ല. ഒരു വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, സംസാരങ്ങളുണ്ടാകും. ചേട്ടന്മാരും അനുജന്മാരും നല്ല അഭിപ്രായ വ്യത്യാസത്തിൽ ജീവിച്ചെന്നിരിക്കും. അമ്മയും അപ്പനുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിക്കും എന്ന് പറഞ്ഞ് മക്കളില്ലാതെ പോവുകയില്ല. അങ്ങനെ പോയാൽ അവരെ കൗടിലയന്മാരെന്നാണ് ബൈബിൾ പറയുന്നത്. ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ ശശി തരൂരിനെ പെടുത്താനായിട്ട് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞ് ധാരാളം
സാമ്പത്തിക നന്മകൾ ഉണ്ടാക്കുന്ന ആളുകളും മനസ്സിലാക്കണം. അങ്ങനെ ഒരു സംഭവം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ ഈ ഭോഷന്മാരുടെ കൂട്ടത്തിലായിരിക്കാം അവസാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഒരു കറുത്ത അധ്യായത്തിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളതിന് സംശയമില്ല. അത് മറക്കാതിരുന്നാൽ അദ്ദേഹത്തിന് നല്ലതാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കും അതൊരു പാഠവും വലിയ അനുഭവമായിരിക്കും. അദ്ദേഹം പോവുകയില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു.